ഇന്ന് നമ്മൾ പെസഹായുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ്. നമുക്കതിന് വേണ്ടിയിട്ട് പെസഹാപ്പം അഥവാ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങക്കൊത്ത് വറുത്തെടുത്തേക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. ചുവന്നുള്ളിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. പെസഹാപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി അരച്ചകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നെന്ന കണക്കിൽ ഉഴുന്നും അരച്ചെടുക്കണം. ഉള്ളി മൂക്കാറാവുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം കൂടി ഒതുക്കിയിടണം കേട്ടോ. അങ്ങനെ ഇവിടെ അരിയും ഉഴുന്നും അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ട് വയ്ക്കാം. ഉപ്പിട്ട് വയ്ക്കാന്ന് വെച്ചാൽ ഇത് പൊളിപ്പിക്കാൻ പാടില്ല. ഇത് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തതും തേങ്ങക്കൊത്ത് വറുത്തതും ജീരകവും കൂടി ഇതിൽ നമുക്ക് ചേർത്തിട്ട് ഇത് നമുക്ക് കുറച്ച് കനത്തിൽ ചുട്ടെടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ആവിയിൽ വേവിച്ചാണ് ഇട്ടെടുക്കാം. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉള്ളി നല്ല ചുമന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകം ഇടാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മാവിൽ ചേർത്ത് അപ്പം ചുട്ടെടുക്കാം. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തേങ്ങക്കൊത്തും നമ്മുടെ അരിമാവിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പും പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പുളിയില്ലാത്തപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. ഇത് നമ്മുടെ പെസഹാപ്പം ഇവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വശം മൊരിഞ്ഞു, ഞാൻ മറച്ചിട്ടേക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെസഹാപ്പം.